നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നില്ലേ എന്നും കാണിക്കാത്ത ഒരൈറ്റമാണ് കാണിക്കുന്നത്. കാണിക്കുന്നേയില്ല സത്യം പറയാം. ചുരിദാർ സെറ്റ് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ഇനി തൊട്ട് കാണിക്കണം തന്നെ എൻ്റെ പ്ലാൻ. എല്ലാ പ്രാവശ്യവും ഇത് പറയും, പക്ഷേ കാണിക്കാറില്ല. അപ്പം ഇത് കണ്ടോ, അടിപൊളിയായിട്ടുള്ള നല്ല ജെറ്റ് ബ്ലാക്കിൽ ഫോക്സ് ജോർജറ്റി വന്നിരിക്കുന്ന ഒരു ചുരിദാർ സെറ്റാണ്. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഈ എംബ്രോയിഡറിയുടെ വർക്കിൻ്റെ ഫിനിഷിങ് നിങ്ങൾ നോക്ക്. ആര് കണ്ടാലും ആ സെക്കൻഡ് കൊത്തി എടുത്തുകൊണ്ട് പോകുന്നു ഞാൻ പറയുന്നത്. ഇത് ഇന്നലെ ഞങ്ങൾക്ക് വന്ന് പുതിയ സ്റ്റോക്കിനകത്തുള്ളതാണേ. ഉണ്ടോ, അടിപൊളിയല്ലേ. ഇതിൻ്റെ ഈ ഒരു ടോപ്പാണ് എല്ലാത്തിനും. ഇത് ബോട്ടം സാൻഡ് ഓൺ ബോട്ടം ബ്ലാക്ക്, സെയിം ബ്ലാക്ക് തന്നെ. ദുപ്പട്ടാസ് മാറും, അത് ഇഷ്ടമുള്ള കളേഴ്സ് ഓരോരുത്തർക്കും ചൂസ് ചെയ്യാം. ബ്രാസോടെ ദുപ്പട്ട കണ്ടോ, അതിൻ്റെ നല്ല വശം എടുക്കും, നല്ല വശം. ഇതാണ് ബ്രാസോടെ ദുപ്പട്ട. ബ്രാസോടെ ദുപ്പട്ടയുടെ ആ ഒരു പ്രത്യേകത ഉണ്ട്. ഇങ്ങനെ കയറ്റിയിടുമ്പോൾ ഇങ്ങനെ കൈക്കകത്തൂടെ ഇങ്ങനെ ഇട്ടുമ്പോൾ കാണുന്നുണ്ട് ആ ഒരു ഇതാണ് ബ്രാസോടെ ദുപ്പട്ട. ഇതിപ്പം ബ്ലൂ ഷെയ്ഡാണ് എടുത്ത് നിൽക്കുന്നത്. കാരണം ഇതിൽ വന്നിരിക്കുന്ന ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ എംബ്രോയ്ഡറി വർക്കേ വന്നിരിക്കുന്ന കളേഴ്സ് എല്ലാം ദുപ്പട്ടയ്ക്ക് വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ഒനിയൻ പിങ്ക്, പീച്ച്, ബ്ലൂ, മസ്റ്റാർഡ് യെല്ലോ, അങ്ങനെ നല്ല ഭംഗിയായിരിക്കും നിങ്ങളിതിട്ടാൽ. സിമ്പിളാണ് പക്ഷേ എലഗൻ്റാണ്. പിന്നെ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെറ്റ് ബ്ലാക്ക്, ആ ഒരു ബ്ലാക്കിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബ്ലാക്കിൻ്റെ ബ്യൂട്ടി എടുത്ത് നിൽക്കുന്ന ബ്ലാക്കാണ്. ഇതിൻ്റെ അടുത്ത ഷോള് ഞാൻ ഇത് ഓരോ ചുരിദാർ സെറ്റായിട്ടാണ്, പക്ഷെ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇതിൻ്റെ ഷോൾസ് മാത്രമേ മാറുന്നുള്ളൂ. അപ്പം അങ്ങനെ കാണിക്കുന്നേ ഉള്ളേ. ഇതുണ്ടോ പിങ്ക്, ഇതിനകത്തിപ്പോൾ യോനിയൻ പിങ്കിൻ്റെ കളറ് എടുത്തു വന്നു. നല്ല രസമായിരിക്കും ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ. എനിക്കിപ്പോൾ ഇട്ട് കാണിക്കണമെന്നൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമല്ലേ. എന്നിട്ട് ഇത് ഇങ്ങനെയും കൂടെ വെച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ വെച്ചാലൊക്കെ മനസ്സിലായി. ഇങ്ങനെയൊന്നും അല്ല ചുരിദാർ സെറ്റ് കാണിക്കേണ്ടെന്ന് എനിക്കറിയാം, ക്ഷമി. പിന്നെ കേട്ടോ യെല്ലോ, ഇതാ മസ്റ്റാർഡ്. ഇതിൻ്റെ സെറ്റ് ഷോൾസ് ഒഴികെ ബാക്കിയെല്ലാം സെയിം തന്നെ. ഷോൾ മാത്രം ഷോളിൻ്റെ കളറിൽ ഇവിടെ ഇപ്പോൾ വന്നേക്കുന്നത് മസ്റ്റാർഡ് യെല്ലോ എടുത്തേക്കുന്നു. ഇനി ഒരെണ്ണം വരുന്നത് ഡാർക്ക് പീച്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ ഒരു പീച്ച്. ഏത് കളർ ഷോളിൻ്റെ വേണേലും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. ഏത് ഷോൾ കൂട്ടിയുള്ളതാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. ആ ചുരിദാർ സെറ്റ് വാങ്ങിക്കുക. ഉണ്ടോ, ഏത് നമ്മുടെ കളർ ചോയ്സ് ഇഷ്ടമുള്ളത് എടുക്കുക എന്നുള്ളത്. ഇതുണ്ട്, ഇതിനിപ്പോൾ ഈ പീച്ചാണ് വന്നിരിക്കുന്നത്. ഈ എംബ്രോയ്ഡറി വർക്കിൻ്റെ ഭംഗി നിങ്ങൾ ഒന്നുകൂടെ കണ്ടോ. എനിക്ക് കാണിച്ചിട്ടും മതിയാകുന്നില്ല. ഞാനാണെങ്കിൽ ഇന്നലെ ഈ ചുരിദാർ സെറ്റ് വന്നപ്പം എനിക്ക് ഈ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഭയങ്കര എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇട്ട് കാണാൻ നമുക്ക് ഡിസ്പ്ലേ അല്ലേ ഉള്ളൂ, ഭയങ്കര നിർബന്ധമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ 1-ാം തീയതി ആയിക്കൊണ്ട് ബ്ലാക്ക് എങ്ങനെയാണ് ഇടുന്നതെന്ന് ഓർത്താൽ നാളെ ഞാനിത് കാഞ്ഞിരപ്പള്ളിയിലുള്ളവർക്ക് കണ്ട കാര്യപ്പം കാണാം. ഇതായിരിക്കും ഞങ്ങളുടെ പെണ്ണുങ്ങൾ ഉടുത്തിങ്ങനെ നിൽക്കുന്നത്. പെണ്ണുങ്ങൾ മീൻസ് ബൊമ്മയ്ക്ക് വരെ പേരാ ഇവിടെ. ഇത് ലിനൻ്റെ പ്യുവർ അല്ല, സെമി ലിനൻ മെറ്റീരിയലിൽ നല്ല ക്ലാസ് ആയിട്ടുള്ള ഐറ്റം കണ്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ സ്കാലപ്പ് ക്രോഷ്യോ ലേസ് കൊടുത്തിട്ടുണ്ട്. ചെറിയ എംബ്രോയ്ഡറി വർക്ക് ഇതായിട്ട് വന്നിട്ടുണ്ട്. ലിനനാണ് മെറ്റീരിയൽ. നല്ല പിങ്ക്, ലൈറ്റ് പിങ്ക് ബോട്ടം വരുമ്പോൾ സാൻഡോൺ ബോട്ടം. അതിൻ്റെ തന്നെ നല്ല ലെങ്തി ആയിട്ട് തയ്ച്ച് ഇട്ടിട്ട് ഈ ബോട്ടം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കും. ബ്ലൗസ് അല്ല, സാരി കാണിച്ച് ബ്ലൗസിൻ്റെ വിചാരമുള്ളൂ. ഇതാണ് ദുപ്പട്ടയായിട്ട് വരുന്നത്. കണ്ടോ, നല്ല ഭംഗിയല്ലേ. നല്ല ലൈറ്റ് ഷെയ്ഡ്സാണ്, പേസ്റ്റൽ കളേഴ്സാണ് എല്ലാം വന്നിരിക്കുന്നത്. ഇത് നല്ല ഒരു സോഫ്റ്റ് നമ്മുടെ മൽച്ചന്തേരിയുടെ എന്നതാ ദുപ്പട്ട വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. പ്രൊഫഷണൽ ഇതിപ്പം ആയിട്ട് നമുക്ക് നോക്കുമ്പം എന്നാ പറയുന്നത്, ലൈറ്റ് കളേഴ്സൊക്കെ ഇടാൻ, അങ്ങനെ ഓരോ നമ്മുടെ ജോലിപരമായിട്ട് നമ്മൾ ഓരോ ഡ്രസ്സൊന്നും ഉണ്ടല്ലോ. അപ്പോൾ ലൈറ്റ് കളേഴ്സൊക്കെ ഇടാൻ നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇത്. എന്നാന്ന് ചോദിച്ചാൽ ലിനനാണ് സ്റ്റഫ്. അതിൻ്റെ തന്നെ അടുത്ത കളർ ഇതേ പീച്ച്, ഒരു ലൈറ്റ് പീച്ചാണ്. നല്ല രസമാണ്. പേസ്റ്റൽ കളേഴ്സാണ് എല്ലാം വന്നിരിക്കുന്നത്. അതിൻ്റെ ഷോള് വരുമ്പോൾ എന്തേണ്ട ഇങ്ങനെ വരും, മൽച്ചന്തേരിയുടെ ഷോള്. മൽച്ചന്തേരി ഇപ്പം മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റഫാണെന്നറിയാമല്ലോ. നല്ല റേറ്റാണ് മൽച്ചന്തേരിക്ക്. ഇത് നല്ലൊരു ലൈറ്റ് പൗഡർ ബ്ലൂ കണ്ടോ. ഇത് വരും ഷോള്. ബോട്ടം കാണിക്കണ്ടല്ലോ, ബോട്ടം ഇത് സാൻഡൺ ബോട്ടം.
പിന്നെ നല്ലൊരു പിസ്ത ഗ്രീൻ. ബോട്ടം ഷോൾ വരുമ്പോൾ ഇങ്ങനെ വരും. ഷോളൊക്കെ നല്ല ലെങ്ത്തും വിട്ടും എല്ലാം ഉള്ള ആ ഷോളെ കൂടെ കുഞ്ഞി ആ ഒരു പീച്ച്, എല്ലാത്തിലും തന്നെ പീച്ചിൻ്റെ കളറുള്ള എംബ്രോയിഡറിയാണ് പോയിരിക്കുന്നത്. ആ ഒരു ബുട്ടാസ് പോലെ ചെറിയൊരു ഫ്ലവറും അതിന് ലീഫും ഒക്കെ ആയിട്ട് പോയിരിക്കുന്നത്. സിമ്പിളാണ്, പക്ഷെ ആ ഒരു സ്റ്റഫും എല്ലാം കൂടെ കൂട്ടി മറിച്ചതിൻ്റെ ഷോളും എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ നല്ല എലഗൻ്റാണ്. അടുത്ത ഇത് കണ്ടോ, നല്ല കോട്ടൺ ആണ്, നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. അതിൻ്റെ സ്റ്റഫ് വരുന്നത് ഇങ്ങനെ. ഞാൻ ഇരുന്നുകൊണ്ട് പരിപാടി നടക്കുകയായിരുന്നു, എനിക്ക് മനസ്സിലായതുകൊണ്ട് എഴുന്നേറ്റ് നിന്നത്. ഇതുണ്ട്, താഴേക്ക് ഇങ്ങനെ സ്ട്രൈപ്പ് വരും, നല്ല സ്റ്റാൻഡേർഡ് ആണ്. അതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് ഇതുണ്ടോ, ഇതാണ് ബോട്ടം. ഇത് 2 ഓപ്ഷന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. വേണമെങ്കിൽ ഇത് ടോപ്പാക്കാം, ഇത് ബോട്ടമാക്കാം. പക്ഷെ അങ്ങനെ പോകാത്തായിരിക്കും നല്ലത്. ഇതാണ് ബോട്ടത്തിന് ടോപ്പിന് എപ്പോഴും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്തോ. കയ്യിൽ ഇങ്ങനെ ചെറിയൊരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, സെറിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൊടുത്ത് വേണമെങ്കിൽ ചെറിയൊരു പാർട്ടി ടച്ച് വരുത്താനായിരിക്കും ഉദ്ദേശം. അജ്രക്ക് പ്രിന്റിൻ്റെ ഷോളും ഇതുണ്ടോ, ഇതാണ് ഷോളായിട്ട് വരുന്നത്. ഷോളിൻ്റെ അറ്റത്തും ആ ഒരു സംഭവമുണ്ട്, എന്തുവാ ആ സ്ട്രൈപ്പ് കണ്ടോ, ഇങ്ങനെ നല്ല അജ്രക്ക് പ്രിന്റ്. അതിനും ഒരു ചെറിയ സെറി കൊടുത്തിട്ടുണ്ട്. അജ്രക്ക് പ്രിന്റിന്റെ ഷോളും ഇങ്ങനെ ഇരിക്കും. ഇതിപ്പം യെല്ലോ, ഒരു ബ്രിക്ക് റെഡ്, കോഫി, ബ്ലാക്ക്, അങ്ങനെ മിക്സ് ആയിട്ട് നല്ല രസം കേട്ടോ. നല്ല മെളിച്ചിലും തോന്നും, പൊക്കവും തോന്നും. പൊക്കം കുറവുള്ളവരൊക്കെ എടുക്കുവാണെങ്കിൽ നല്ല പൊക്കം കൂടുതൽ തോന്നും, ഇങ്ങനെ ലൈൻസ് പോകുന്നതുകൊണ്ട്. പിന്നെ മെലിഞ്ഞു ഇരിക്കും, വണ്ണം ഉള്ളവർക്കാണെങ്കിൽ നല്ലതാണ്, മെലിഞ്ഞിരിക്കും. ബോട്ടമായിട്ട് വരുന്നത് ഇത് നല്ല മെറ്റീരിയലാണ്, പ്യുവർ കോട്ടൺ ആണ്. ഇനി അതിൻ്റെ കളർ ചേഞ്ചസ് കാണിക്കാം. ഇത് കണ്ടോ, നേവി ബ്ലൂ. ഇതാണ് എൻ്റെ കളർ, ഇന്നത്തെ കളർ വരുന്നത്. ഇങ്ങനെ മൊത്തം ഫ്രണ്ട് വരും, ഫുള്ളിങ്ങനെ സ്ട്രൈപ്പ് വരുക. ഷോൾ വരുമ്പോൾ ഇങ്ങനെ. ബോട്ടം കാണിച്ചല്ലോ, ഇതേ ആ ഒരു ബോട്ടം. ഇപ്പോൾ വന്നിരിക്കുന്ന ബ്ലാക്കാണ്. നല്ല ഭംഗിയില്ലേ. ഡെയിലി യൂസിനാണെങ്കിലും ഒരു ചെറിയ പാർട്ടി വെയർ ആയിട്ട് ഒക്കെ ഇടാനും, ചെറിയ സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇടാനും ഒക്കെ നല്ലതാണ്. നല്ല രീതിക്കൊക്കെ ഡിസൈൻ ചെയ്ത സെറിയൊക്കെ കയ്യിലൊക്കെ യൂസ് ചെയ്ത് ഒക്കെ തയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ്. പിന്നെ അതിൻ്റെ കൂടെ വന്നേക്കുന്നത് അജ്രക്ക് പ്രിൻ്റുള്ള ദുപ്പട്ടയല്ലേ, അതും ഒരു ഭംഗിയാണ്, നല്ലൊരു രസമാണ്. ഇതാ ഗ്രീന്, ഇതിനകത്ത് എടുത്ത് നിൽക്കുന്ന കളറ് ഗ്രീന്. ഒത്തിരി കളേഴ്സ് ഉണ്ട്, എടുത്ത് നിൽക്കുന്ന കളർ ഗ്രീനാണ്. ഗ്രീനിൻ്റെ ലൈറ്റ് ഷെയ്ഡുകൾ തന്നെ പോയിട്ട് ഒരു വൈറ്റ് വരിക. ഇപ്പം നേവി ബ്ലൂ ആണ്, നേവി ബ്ലൂയുടെ ലൈറ്റ് ഷെയ്ഡ് തന്നെ ലൈൻസ് ആയിട്ട് വന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു ചെറിയൊരു വൈറ്റിൻ്റെ ഒരു ഇത് കയറി വരും. ഇത് വരും അതിൻ്റെ ദുപ്പട്ട കണ്ടോ. എല്ലാം വെറൈറ്റി ആയിട്ട് എന്നാ പറയുന്നത്, ഓരോ പ്രാവശ്യം ഓരോ സാധനങ്ങൾ വരുന്നത് അങ്ങനെ വന്നേക്കുന്ന ഒരു ഇതായി. അങ്ങനെ എപ്പോഴും മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് എനിക്കറിയത്തില്ല കേട്ടോ. ഇത് ബ്ലൂ, അതിൻ്റെ ഷോൾ വരുമ്പോൾ അതേണ്ട ഇങ്ങനെ വരും. ഈ ഒരു കുഞ്ഞ് സെറി വന്നിരിക്കുന്നില്ലേ, അത് നല്ല ഭംഗിയാട്ടോ. അത് നിങ്ങൾ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ശരിക്കും ബുദ്ധിപരമായിട്ട് നോക്കുവാണെങ്കിൽ ഇത് വെച്ചൊരു ടോപ്പ് തയ്ക്കാം. നല്ല അജ്രക്ക് പ്രിന്റ് 3 ടോപ്പിനുള്ള ഇതുണ്ട്. അങ്ങനെ വേണമെങ്കിലും തയ്ക്കാം. എന്നിട്ട് ഒരു കോമൺ ബോട്ടോ, കോമൺ ഇങ്ങനത്തെ ഷോൾ ഇഷ്ടം പോലെ. ഷിഫോൺ ഷോളില്ല, ഷിഫോൺ മീൻസ് ക്രേപ്പിൻ്റെ ഷോൾ കിട്ടും, നമ്മുടെയൊക്കെ ഷോപ്പിലുണ്ട്. അങ്ങനത്തെ ഇടുവാണെങ്കിൽ നല്ലതാ. അല്ല അതൊന്നും വേണ്ട, ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോകണ്ട. ഈ ഉടായ്പൊന്നും കാണിക്കുന്നില്ല എന്ന് പറയും. ഉടായ്പൊന്നും അല്ലെന്നേ പറയുന്നത്. അതിനെയൊക്കെ നമ്മൾ പൈസയെ നമ്മൾ ഓരോ സാധനത്തിന് എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളതാണ് അതിനകത്ത് ഒരു കഴിവിരിക്കുന്നത്. ഇപ്പം ഏറ്റവും വില കുറഞ്ഞ സാധനം വാങ്ങിച്ചാലും അതിനെ നമുക്ക് എന്നാ പറയുക, നല്ല ഭംഗിയാക്കി ആക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. 10,000, 10,000, 15,000 രൂപ കൊടുത്ത് മേടിച്ച സാധനങ്ങൾ തയ്ച്ച് നശിപ്പിച്ച് കളയുന്നവരും ഉണ്ട്. ഇതൊക്കെ ഓരോ ചില സമയത്ത് യോഗം അല്ലേ, നമ്മളതിനെ പല പേരിട്ട് വിളിക്കും. ഇതാ മെറൂൺ, ഇതെടുത്ത് നിൽക്കുന്ന കോഫി മെറൂൺ, കോഫി ബ്രൗൺ കളറാണ് ഇത് വരും. എന്താണ് ഇപ്പോൾ ഒത്തിരി ചുരിദാർ സെറ്റ് വന്നിട്ടുണ്ടെന്നല്ല, നമുക്ക് ചുരിദാർ സെറ്റിന് ഒരിക്കലും ഒരു പഞ്ഞോ ഇല്ല. ചുരിദാർ സെറ്റിനും കുർത്തിക്കും ഒന്നും സാരിക്കും ഒന്നും ഒരു പഞ്ഞവും ഇല്ല. ഞാൻ അതിന് ഒരു കുറവും വരുത്താറില്ല. എനിക്ക് അത് തന്നെയാണ് ദൈവത്തോട് ന്യൂ ഇയറിലുള്ള പ്രാർത്ഥന. എൻ്റെ അപ്പ എനിക്ക് ഏത് സീസൺ ഇല്ലാതെ ഇങ്ങനെ കരിഞ്ഞ വെയിൽ കാലത്തും പർച്ചേസിനായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന ഏക വ്യക്തി ഞാനായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് എപ്പോഴും എൻ്റെ കട ഫ്രഷായിട്ടിരിക്കണം, എല്ലാം ഫ്രഷായിട്ടിരിക്കണം. അതിനകത്ത്
അയ്യോ അത്രയും സ്റ്റോക്ക് ഇരിക്കുമല്ലേ, അത് പോയിട്ടില്ലല്ലോ, കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന സ്റ്റോക്ക് അവിടെ നിൽക്കുമല്ലേ, ഇങ്ങനത്തെ ഒരു ചിന്താഗതി ഇല്ല എനിക്ക്. ഞാൻ വിശ്വാസം മേളിലിരിക്കുന്നതല്ല, അത് തന്നുകൊണ്ടേയിരിക്കുന്നുള്ള കുറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിനും പേടിക്കണ്ട. ആ വിശ്വാസം എന്ന് പറയുന്ന സാധനം വരണം. അത് ബിസിനസ്സിലാണെങ്കിലും വരണം, ലൈഫിലാണെങ്കിലും വരണം. നമ്മൾ ഏർപ്പെടുന്ന എന്ത് പ്രവൃത്തിയിലാണെങ്കിലും വിശ്വാസത്തോടെ. നീ പാറയോട് മാറി നിൽക്കാൻ പറഞ്ഞാൽ മാറി നിൽക്കുന്നല്ലേ, വിശ്വാസത്തോടെ ചെയ്താൽ മതി, അത് പോസിറ്റീവായിട്ട് വരും. ആരാ പറഞ്ഞത്? ഉപദേശി. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.